നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം നാളെ. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രകാശനം ചെയ്യും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഏറ്റുവാങ്ങും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നത് അടക്കം കൃത്യമായ വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഒരുക്കുന്ന വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്വാഗതം പറയും. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ ബി ഗണേഷ് കുമാർ എന്നിവർ പ്രസംഗിക്കും. മറ്റു മന്ത്രിമാർ സന്നിഹിതരായിരിക്കും. പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നന്ദി പറയും. നെച്ചാട് അനു കൊലക്കേസ് പ്രതിയുടെ ഭാര്യ 2ാം പ്രതി, കൊലപാതകവും കവർച്ചയും അടക്കം 9 വകുപ്പുകൾ. നെച്ചാട് അനു കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പേരാമ്പ്ര പോലീസ് 5000 പേജുള്ള കുറ്റപത്രം പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് സമർപ്പിച്ചത്. കൊണ്ടോട്ടി സ്വദേശിയായ പ്രതി മുജീബ് റഹ്മാനെതിരെ കൊലപാതകവും കവർച്ചയും അടക്കം 9 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിൽ മുജീബ് റഹ്മാന്റെ ഭാര്യയാണ് കേസിൽ 2ാം പ്രതി. 2024 മാർച്ച് 11-ന് കേസിനാസ്പദമായ സംഭവം നടന്നത്. കാണാതായി 24 മണിക്കൂറിന് ശേഷം വീടിന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയറത്തോട്ടിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നയായാണ് മൃതദേഹം കിടന്നത്. സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനലാണെന്നത് മനസ്സിലായത്. പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത്. യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം, ബ്യൂട്ടി പാർലർ ജീവനക്കാരൻ അറസ്റ്റിൽ. യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ ബ്യൂട്ടി പാർലർ ജീവനക്കാരനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിയായ അർജുൻ ഭട്ടാരിയാണ് അറസ്റ്റിലായത്. ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലർ എത്തിയ യുവതിയോട് ജീവനക്കാരൻ ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നാണ് പരാതി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവാക്കളെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമം, പ്രതിക്കായി അന്വേഷണം തുടങ്ങി. യുവാക്കളെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ദേശീയപാതയിൽ കുറുവൻതോട് മുസ്ലിം പള്ളിക്ക് വടക്ക് ഭാഗത്ത് വൈകിട്ട് 6ഓടെയായിരുന്നു സംഭവം. പുന്നപ്ര സ്വദേശിയും പല ക്രിമിനൽ കേസിലെ പ്രതിയുമായ മുജ എന്നയാളാണ് വടിവാൾ കാണിച്ച് യുവാക്കളെ ഭീഷണിപ്പെടുത്തിയത്. പുന്നപ്ര സ്വദേശികളായ 2 യുവാക്കളും മുജയുമായി വാക്കുതർക്കമുണ്ടാവുകയും യുവാക്കൾക്ക് നേരെ ഇയാൾ വടിവാൾ വീശുകയുമായിരുന്നു. ബഹളം കേട്ട് പ്രദേശത്ത് നിന്നവർ ഓടിയെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ പുന്നപ്ര പ്രിൻസിപ്പൽ SI ആനന്ദ്, SI സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിയെങ്കിലും മുജയെ കണ്ടെത്താനായില്ല. പിന്നീട് മുജ പുന്നപ്ര തീരദേശത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പുന്നപ്ര തീരദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. നിയുക്ത MPയും നടിയുമായ കങ്കണയെ മർദ്ദിച്ചു. CISF ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. നിയുക്ത MPയും നടിയുമായ കങ്കണ റണാവത്തിനെ മർദ്ദിച്ചെന്ന ആരോപണമുയർന്ന CISF ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു സംഭവം. കുൽവിന്ദർ കൗർ എന്ന ജീവനക്കാരിക്കെതിരെയാണ് പരാതി. വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് CISF വനിതാ ഉദ്യോഗസ്ഥ കങ്കണ റണാവത്തിനെ തല്ലുകയായിരുന്നുവെന്നും ഇവർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും കങ്കണ ആവശ്യപ്പെട്ടിരുന്നു. സെക്യൂരിറ്റി ചെക്കിങ്ങിനിടെയാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നും തന്നെ കാത്തുനിന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് സംഭവത്തെക്കുറിച്ച് കങ്കണ പറഞ്ഞത്.